നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. കഴിഞ്ഞ ദിവസം വിട പറഞ്ഞ മാർപ്പാപ്പയുടെ വിടവാങ്ങൽ സംസാരം ഏറെ ചർച്ചയായിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ അവസാനം ശബ്ദിച്ചതും ഗസക്ക് വേണ്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഇസ്രായേലിന് കനത്ത തിരിച്ചടിയും അസംതൃപ്തിയുണ്ടാക്കുന്ന കാര്യവും തന്നെയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അടക്കമുള്ള ലോകരാജ്യങ്ങളിലെ നേതാക്കൾ പങ്കെടുത്ത ചടങ്ങിൽ നിന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി അപ്രത്യക്ഷനായിരുന്നു. അത് മറ്റൊന്നുമായിരുന്നില്ല, മാർപ്പാപ്പയ്ക്ക് വേണ്ടി ശബ്ദിച്ചതിനോടുള്ള അരിശവും അതൃപ്തിയും തന്നെയാണെന്ന് വാർത്താമാധ്യമങ്ങൾ വ്യക്തമാക്കുന്നു. അവർ തങ്ങളുടെ ചെറിയൊരു പ്രതിനിധിയെ മാത്രമാണ് ആ ചടങ്ങിലേക്ക് വിട്ടയച്ചത്. അതെ, മനസാക്ഷിയുള്ളവർ നന്മയുടെ ഭാഗത്തായിരിക്കും എപ്പോൾ നിലയുറപ്പിക്കുക. തിന്മയുടെ ശക്തികളാണ് അക്രമ അനീതികൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. നിശ്ചയം അക്രമികൾക്ക് ഈ ദുനിയാവിലും ആഖിറത്തിലും നിന്ദ്യതയാണെന്ന ഖുർആനിന്റെ വചനം വ്യക്തമാകുന്നു. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലുൽ ളാലിമൂൻ. അക്രമികൾ ചെയ്യുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു അശ്രദ്ധനാണെന്ന് താങ്കൾ ഒരിക്കലും ധരിക്കരുത്. ഇന്നമാ യുഅഖിറുഹും. നാളെ കണ്ണുകൾ ഭയവിഹുലമാകുന്ന ഖിയാമത്തിന്റെ ഭീതിജനകമായ അവസ്ഥയിലേക്ക്, ആ ദിവസത്തിലേക്ക് അവരെ പിന്തിപ്പിക്കുക മാത്രമാണ് അല്ലാഹു തആല ചെയ്തിരിക്കുന്നത്. അല്ലാഹു തആല എല്ലാ അക്രമങ്ങളെയും അതിജീവിക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അക്രമികളുടെ കരാളഹസ്തങ്ങളെ പരാജയപ്പെടുത്തുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.